Hey all, welcome back to our channel. So ഇന്നത്തെ സെക്ഷൻ നമുക്ക് റീഡിംഗ് മോഡ്യൂളിനെ കുറിച്ചാണ്. IELTSൻ്റെ റീഡിംഗ് എന്ന് കേൾക്കുമ്പോഴേ അത് ഏതോ ഒരു വലിയൊരു ഹെവി ടാസ്ക് ആയിട്ട് പറയുന്ന ഒരു 80%ഉം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ തിങ് ഇത് ഭയങ്കര ഹെവിയാണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നമ്മൾ ഹെവി ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഹെവി ആയിരിക്കും. നമ്മളെങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എപ്പോഴും തന്നെ IELTSൻ്റെ ലിസ്ണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും നമ്മൾ ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ലാഘവത്തോടെ ഇരുന്ന് ചെയ്താൽ മാത്രമേ നമുക്കിത് എപ്പോഴും ഈസി ആയിട്ട് നമുക്കിത് ക്രാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഹെവിനെസ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഓവറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 6 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മെയിൻ കാറ്റഗറി പറഞ്ഞാൽ നമുക്കൊരു 6 വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു 6 വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IELTSൻ്റെ റീഡിങ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമേ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എയിം ചെയ്യാറുള്ളൂ. 1 അവറിനുള്ളിൽ നമ്മുടെ റീഡിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അധികം ബോദർ ചെയ്യാത്തവരാണ് മോസ്റ്റ് ഓഫ് ദം. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ കാറ്റഗറി ഒക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തോട്ടിലേക്കൊക്കെ വരുന്നത്. 1 അവർ സെറ്റ് ചെയ്ത് വെക്കുക. ആ 1 അവറിനുള്ളിൽ എൻറ്റയർ 40 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം IELTS റീഡിംഗ് പ്രാക്ടീസിലേക്ക് വരുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ 1 അവർ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിനെ ബേസ് ചെയ്ത് ഇപ്പം മിനിമം ഒരു 2 months എങ്കിലും പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കൊരു ബേസിക് ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി സ്പെയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് ടെസ്റ്റ് ഡേറ്റ് എടുക്കാവുള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി നമുക്ക് ഒരു ബേസിക്കും ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾ ഇതിനു വേണ്ടി റൈസ് ചെയ്യുന്നത്. സോ അതെപ്പോഴും ഓർക്കാം. നമുക്ക് വീണ്ടും ഒരു അറ്റംപ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരരുത്. ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് അറ്റൻഷൻ കൊടുക്കുക. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 അവർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഒരു ഹെവി ടാസ്ക് ആയിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാറ്റഗറി ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫില്ലപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഫില്ലപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോടിപ്പം സെൻറ്റൻസ് കംപ്ലീഷൻ അല്ലെങ്കിൽ നോട്ട് കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, ഡയഗ്രാം കംപ്ലീഷൻ, ഏത് ഫോർമാറ്റിൽ വേണേലും നമുക്ക് എന്ത് വരാം, ഫില്ലപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതെങ്ങനെ വന്നാലും നമ്മൾ അതിനെ ഫില്ലപ്പ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഇപ്പോൾ ഫില്ലപ്പ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 രീതിയിൽ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫില്ലപ്പ്, അതായത് നമുക്ക് സാധാരണ ഒരു തരുന്ന പോലെ ഇപ്പോൾ ഒരു നോട്ട് കംപ്ലീഷൻ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് ഗ്യാപ്പ് ഉണ്ടാകും. സോ ഡയറക്ട്ലി വി നീഡ് ടു ചെക്ക് ഔട്ട് ഇൻ ദ പാസേജ്, എന്നിട്ട് ആ ഒരു വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് എഴുതുന്ന രീതി. ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഇനിയിപ്പം രണ്ടാമത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. കേംബ്രിഡ്ജിൻ്റെ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ലേറ്റസ്റ്റ് എഡിഷനിലെല്ലാം തന്നെ 16, 17, 18 ഫില്ലപ്പ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ അവർ ഓപ്ഷൻസ് തരാറുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സിനോണിംസ് ആയിരിക്കും. സിനോണിംസ് എന്താണെന്ന് അറിയാലോ, ഒരേ അർത്ഥം വരുന്ന പല വാക്കുകളും. അപ്പോൾ ഇങ്ങനെയുള്ള പല വേർഡ്സാണ് നമ്മളിപ്പോൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പാസേജിൽ ഒരിക്കലും ഡേറ്റ എന്നുള്ള വേർഡ് ഉണ്ടാവില്ല. അതിന് പകരം അവർ ഇൻഫർമേഷൻ എന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ നമ്മൾ റിലയബിൾ എന്നുള്ളൊരു വേർഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പം വന്നിരിക്കുന്നത് ഡിപ്പെൻഡബിൾ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി എന്നുള്ളതായിരിക്കും. സോ സെയിം മീനിങ് വരുന്ന പല വാക്കുകളായിരിക്കും അവർ തരിക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അകത്തെ വേർഡ് സെർച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് കിട്ടത്തില്ല. ബിക്കോസ് ആ സെയിം അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും ഫില്ലപ്പിൻ്റെ കൂടെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓർക്കണം, സിനോണിംസ് ആയിരിക്കും തന്നിരിക്കുന്നത്. സോ വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഫില്ലപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ബ്ലാങ്കിന് മുന്നിലോ പിന്നിലും വരുന്ന വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതിന് സിനോണിംസ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബ്ലാങ്ക് വരുന്നതിൻ്റെ മുന്നിലുള്ള വാക്കോ അല്ലെങ്കിൽ പിന്നിലുള്ള വാക്കിനോ അവർക്ക് സിനോണിംസ് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ അതൊക്കെ ആയിരിക്കുമല്ലോ മെയിൻലി കീ ആയിട്ട് എടുക്കുന്നത്. സോ അത് നേരിട്ട് പാസേജ് തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഇതാണ് ഫില്ലപ്പ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വേ ഓഫ് ആസ്കിങ് എങ്ങനെ വേണേലും ആകാം. നോട്ട് കംപ്ലീഷൻ അല്ലെങ്കിൽ ടേബിൾ കംപ്ലീഷൻ എങ്ങനെ വേണേലും വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ഉള്ളത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ WH ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹൂ, വെയർ, വെൻ എന്നൊക്കെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന WH ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇതിന് ഓപ്ഷൻസ് ഒന്നും തരത്തില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവസാനം നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കും കാണാൻ പറ്റും. ഹൂ എന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം അവരൊരു വ്യക്തിനെ പറ്റിയാണ് നമ്മുടെ ആൻസർ വരുന്നത്. വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ എ പേഴ്സൺ. വെൻ എന്നാണെങ്കിൽ ടൈമാണ്. വോട്ട് എന്നാണെങ്കിൽ എന്തെങ്കിലും തിങ് ആകാൻ ചാൻസ് ഉണ്ട്. വെയർ എന്നാണെങ്കിൽ പ്ലേസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളത് നോക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ പോയി സെർച്ച് ഔട്ട് ചെയ്യാൻ. ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും തന്നെ 1 വേർഡ് അല്ലെങ്കിൽ അപ് ടു 2 വേർഡ് കോൺസെപ്റ്റിലായിരിക്കും. പിന്നെ ഈ ജനറൽ മോഡ്യൂളിലൊക്കെ നമ്മൾ അപ് ടു 3 വേർഡ്സ് കോൺസെപ്റ്റിലും കാണാറുണ്ട്. നമുക്ക് 3 വാക്കിൽ കൂടുതൽ എഴുതേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് IELTSൻ്റെ റീഡിങ്ങിൽ വരാറില്ല. മാക്സിമം 3 വേർഡ്സ് ആണ് നമുക്ക് ഫില്ലർ ബേസ് ക്വസ്റ്റ്യനിലൊക്കെ എഴുതേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം 3 വേർഡ്സ് ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറവാണ്. 1 വേർഡ് അല്ലെങ്കിൽ അപ് ടു 2 വേർഡ്സ് കാറ്റഗറിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് കാറ്റഗറി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. റീഡിംഗ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ആണുള്ളത്. ലിസ്ണിങ്ങിൽ 3 ഉള്ളൂ, പക്ഷേ റീഡിങ്ങിലേക്ക് വരുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിനെ പറ്റി പറയുമ്പം ഒന്ന് നമ്മളെപ്പോഴും പറയും നമുക്ക് നേരിട്ട് തന്നിട്ടുള്ള ആൻസർ ആയിരിക്കും, നമ്മുടെ എക്സാക്റ്റ് ആൻസർ ആയിരിക്കും. ഒരെണ്ണം നമുക്ക് തന്നിട്ടില്ലാത്ത ഒരു ഓപ്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവർ മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കാം ആ ഒരു ഓപ്ഷൻ. ദെൻ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഐഡിയ ആകാൻ ചാൻസ് ഉണ്ട്, കോൺട്രഡിക്റ്റിംഗ് ഐഡിയ. ഓക്കെ, നേരെ വിപരീതമായിട്ടുള്ള കാര്യമാകാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഇൻകംപ്ലീറ്റ് ഓപ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. അത്ര പൂർത്തിയാകാത്ത ആൻസർ. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പാസേജിൽ പോയി നോക്കുമ്പം കിട്ടും, പക്ഷേ അത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കത്തില്ല അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 4 ഓപ്ഷൻസ് ആണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ അകത്ത് കിട്ടുന്നത്. ഇപ്പോൾ MCQ ഡീൽ ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്ന എന്താ, ക്വസ്റ്റ്യൻസ് വായിക്കും, ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഓപ്ഷൻസ് ഒന്ന് നോക്കും, അതിനുശേഷമാണ് നമ്മൾ ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോകുന്നത്. പക്ഷേ ഈ MCQൻ്റെ ടൈമിൽ ബെറ്റർ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് വായിക്കേണ്ട. കാരണം ഓപ്ഷൻസ് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ റിയൽ ഇൻഫർമേഷൻ വായിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതെല്ലാം കൂടി അങ്ങ് നമുക്ക് കുളവായി കിട്ടും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പം ക്വസ്റ്റ്യൻ മാത്രം വായിക്കാം. അതിനുശേഷം എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിന്ന് കീവേഡ്സ് ഒക്കെ എടുക്കുക. അതായത് അതിൻ്റെ അകത്ത് പ്രത്യേക നൗണുകളോ വെർബുകളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കീ കോൺസെപ്റ്റായിട്ട് കീ വേർഡായിട്ട് എടുക്കുക. എന്നിട്ട് ആ വേർഡ്സിനെ വെച്ച് നമ്മൾ റിയൽ ഇൻഫർമേഷൻ പാസേജിൻ്റെ അകത്ത് നിന്ന് തപ്പിയെടുത്ത് അത് ആദ്യം വായിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആദ്യം ചെല്ലുന്നത് റിയൽ ഇൻഫർമേഷനാണ്. അതിനുശേഷം അതിപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ ഇവർ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഓഥർ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇന്നതാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കളയാനും എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഈ ഒരു തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഫർദർ നമുക്ക് സെലക്ഷൻ ഓഫ് ലെറ്റർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ലിസ്ണിങ്ങിലും ഉള്ള ഒരു കാറ്റഗറിയാണിത്. ഒരു ക്വസ്റ്റ്യൻ അവർ 5 ഓപ്ഷൻസ് തരും, എന്നിട്ട് നമ്മളോട് അതിൻ്റെ അകത്ത് നിന്ന് 2 എണ്ണം ചൂസ് ചെയ്യാനായിരിക്കും പറയുന്നത്. ഇപ്പോൾ ലിസ്ണിംഗ് മോഡ്യൂളിലും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് പ്രസൻറ്റേഷൻസ് ആണ് നോക്കേണ്ടത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ 5 ഓപ്ഷനും എന്നാണെങ്കിലും പാസേജിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ ഓഥർ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ രീതി നോക്കണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഈ സെലക്ഷൻ ഓഫ് ലെറ്റർ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ വളരെ റെയർ ആണ് ഇപ്പം, എങ്കിലും നമ്മൾ കാണാറുണ്ട്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാച്ച് ദി ഇൻഫർമേഷൻ. മാച്ച് ദി ഇൻഫർമേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ വരാറുണ്ട്. ഇപ്പം ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഫോർമാറ്റിൽ വരാറുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലോങ് പാസേജിനെ അവർ പല പല പാരഗ്രാഫുകളായിട്ട് തിരിക്കും. എന്നിട്ട് ആ പാരഗ്രാഫിനെല്ലാം ABCD എന്ന് പറഞ്ഞ് ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അത് A to H പോകും, A to I പോകാം. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് ഓഫ് ദ പാസേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എത്ര പാരഗ്രാഫ് ഉണ്ടെന്നുള്ളത് ഇരിക്കുന്നത്. ഷോർട്ട് പാരഗ്രാഫ് ആകാം, ലോങ് ആകാം. ഓക്കെ, അപ്പോൾ ഈ ഓരോ പാരഗ്രാഫിനും നമ്മൾ ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറി. അപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നത് പാരഗ്രാഫ് A, പാരഗ്രാഫ് B, പാരഗ്രാഫ് C എന്ന് പറഞ്ഞിട്ടായിരിക്കും.
21 പാരഗ്രാഫ് എ, 22 പാരഗ്രാഫ് ബി. എന്നിട്ട് ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് തരും? ലിസ്റ്റ് ഓഫ് ഹെഡിങ് തരും. ABCD എന്ന് പറഞ്ഞ് കുറച്ചധികം ലിസ്റ്റുകൾ തരും. അപ്പോൾ ഈ പാരഗ്രാഫ് എയ്ക്ക് പറ്റുന്ന ഹെഡിങ് ഏതാണെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു റീഡിംഗ് പാസേജ് കിട്ടുമ്പോഴത്തേക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു റീഡിങ്ങിന് ശേഷം വേണം ക്വസ്റ്റ്യനിലേക്ക് വരാൻ വേണ്ടി. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യരുത്. ആദ്യം ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ ആ പാസേജ് എന്താണ്, പാസേജിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിന് നമുക്ക് ഈ സമയം ഒന്ന് പോരാ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഓടിച്ചിട്ട് ഈ പാസേജ് നമ്മളൊന്ന് വായിക്കണം. എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വുഡ്ലാൻഡ്സ് ഇൻ ന്യൂസിലാൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, വുഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്. അപ്പം ന്യൂസിലാൻഡിലെ ഫോറസ്റ്റ്, അതിൻ്റെ സ്പീഷ്യസ്, ഡിഫറെൻറ്റ് ട്രീസ്, ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ആ പാസേജിൻ്റെ അകത്ത് പറയുന്നത്. ഇങ്ങനെ പാസേജിൻ്റെ ഹെഡിങ് വായിക്കുമ്പം തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ കോണ്ടൻറ്റ് എന്നൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു പാസേജ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷേ നിങ്ങൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒരിക്കലും ചെയ്യല്ലോ. നിങ്ങൾ തിരിച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണോ? ലിസ്റ്റ് ഓഫ് ഹെഡിങ് മാത്രമല്ല, മാച്ചിങ് ടൈപ്പിൽ നമുക്ക് വിച്ച് പാരഗ്രാഫ് കണ്ടെയ്ൻ ദീസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞും തരാറുണ്ട്. അതായത് കുറേ ഇൻഫർമേഷൻ തന്നിട്ട് അത് ഏത് പാരഗ്രാഫിൽ നിന്നാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനിലും നമ്മൾ ഒരിക്കലും പാസേജ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ പാടില്ല. ബിക്കോസ് പാസേജ് വായിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് വായിക്കാനോ ഇൻഫർമേഷൻ വായിക്കാനോ വന്നാൽ എന്ത് പറ്റും, വീണ്ടും എല്ലാത്തിനും പറ്റും, ഈ എല്ലാ ഹെഡിങ്ങും എല്ലാ പാരഗ്രാഫിനും പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ അതിലും നല്ലത് ലിസ്റ്റ് ഓഫ് ഹെഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ലിസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ ലിസ്റ്റും വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് ആ ലിസ്റ്റിൻ്റെ അർത്ഥം, ഓരോ ഹെഡിങ്ങിൻ്റെയും മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈഡിലൊന്ന് എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ പോയി പാസേജ് എടുത്തിട്ട് പാരഗ്രാഫ് എ ഒന്ന് വായിക്കുക. അപ്പോൾ 2-3 ലൈൻ വായിക്കുമ്പോഴേ ഈ ഹെഡിങ് എല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമുക്ക് ഹെഡിങ്ങുകൾ കൊടുത്തു പോകാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഫോർമാറ്റിൽ വരാറുണ്ട്. അതുപോലെ വിച്ച് പാരഗ്രാഫ് കണ്ടെയ്ൻ ദീസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വരാറുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു വരാറുണ്ട്. അതായത് കുറച്ച് ആളുകളുടെ പേര് അവരൊരു ബോക്സിൻ്റെ അകത്ത് തരും. ഇപ്പം മാത്യു ഡക്കൻ, ലിൻഡ ആനി സിൽവസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 3-4 പേരുടെ പേര് തരും. അപ്പോൾ അവരെ പറ്റിയുള്ള അവരുടെ ഡയലോഗ്സോ അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും ഡേറ്റാസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരെയും ആര് പറഞ്ഞ ഡയലോഗാണ് എന്നുള്ളത് ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ നമുക്ക് ഒരു ലെറ്റർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ 6 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകളുടെ പേര് 3 കാണുള്ളൂ. അപ്പം ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് ഒരാളുടെ പേര് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഈ ഒരു വെറൈറ്റിയിലെല്ലാം നമ്മൾ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കാറ്റഗറിയാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ, പിന്നെ യെസ് നോ നോട്ട് ഗിവൻ. ഈ 2 ക്വസ്റ്റ്യൻസും തമ്മിൽ മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ, അതായത് ആ ഇൻഫർമേഷൻ നമുക്ക് പാസേജിൽ അങ്ങനെ തന്നെയാണോ കൊടുത്തേക്കുന്നത്, അതോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണോ, അതോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലയോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫർമേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ കോൺസെപ്റ്റ്. യെസ് നോ നോട്ട് ഗിവൻ എന്ന് പറയുമ്പം ഇത് ഓതറിൻ്റെ ഒപ്പീനിയനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓതർ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടോ? യെസ്. പറഞ്ഞിട്ടില്ലേ? നോട്ട് ഗിവൻ. പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നോ. അപ്പം ഈ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനും തമ്മിൽ തിരിഞ്ഞു പോയാൽ, കാരണം ട്രൂ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എസ് എഴുതിയ മാർക്ക് കിട്ടില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷേ ഇവിടെ ഈ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ട്രൂ ആണെങ്കിൽ ട്രൂ തന്നെ എഴുതണം. അത് എഴുതുമ്പം കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയും കൂടെ നോക്കുക. അപ്പം നമ്മൾ ക്യാപ്സ് ലോക്ക് ആണ് നമ്മൾ റീഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടി നോക്കുക. സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രൂ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാകും. അതിൻ്റെ അകത്ത് സിനോണിം വരാം കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പാസേജിൽ ഉണ്ടാവണമെന്നില്ല. അവർക്ക് അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ തിരിച്ച് ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ആ ഡയലോഗ് അങ്ങനെ തന്നെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നിങ്ങൾക്കത് മലയാളത്തിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ മീനിങ്. ആ സെയിം അർത്ഥം വരുന്ന കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഉണ്ടെങ്കിൽ ട്രൂ എന്ന് എഴുതാം.
ഇനി പറഞ്ഞേക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്യാം. എസ്പെഷ്യലി ഇപ്പം നമ്മളോട് ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഈ ഹവെവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺട്രഡിക്റ്റീവ് കണക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം എക്സാക്റ്റ് കാര്യം അതായിട്ട് നമുക്ക് തോന്നുമോ വായിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഫോൾസ് ആണ്. ഇനി അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. കാരണം ഫോൾസും നോട്ട് ഗിവണും തമ്മിൽ ഒരുപാട് പേർക്കും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഓർക്കുക. നോട്ട് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ഇൻഫർമേഷനേ അവർ തന്നിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അവർ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. എങ്കിൽ മാത്രമേ നോട്ട് ഗിവൺ എന്നുള്ളത് വരുള്ളൂ. തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് വായിച്ചപ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്താൽ അത് ഫോൾസ് ആണ്. ഓക്കെ, യെസ് നോ നോട്ട് ഗിവൺ കാറ്റഗറിയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ അത് റൈറ്ററിൻ്റെ ഒപ്പീനിയനുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ 6 വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. ടൈമർ 1 hour ഒക്കെ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫുൾ സെറ്റായിട്ട് നമുക്ക് ചെയ്യാം. അതുവരെ ഇപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആണ് എങ്കിൽ നിങ്ങളൊരു 3 to 4 days അതിന് മാത്രം കൊടുക്കുക. അത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു വരെ. ഇപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 7 ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ക്വിറ്റ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പിലേക്ക് പോകുക. അങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയതിന് ശേഷം യു ക്യാൻ ഡു ദ കംപ്ലീറ്റ് ടെസ്റ്റ്. ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇപ്പം നമ്മുടെ ITPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കയറി ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കേംബ്രിഡ്ജ് ഓരോ ഇയറിലും ഓരോ ബുക്ക് മാത്രമേ ഇറക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 18th എഡിഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇയറിലെ കൂടുതലും എക്സാംസ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്തിരിക്കണം. എപ്പോഴും പുറകോട്ട് പോകട്ടോ. 1 2 3 എന്ന് പറഞ്ഞ് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. 18 17 16 അങ്ങനെ ബാക്കിലേക്ക് കേംബ്രിഡ്ജ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരുപാട് വേറെ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസിൽ പറയാം. സോ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ സ്റ്റാർട്ട് വിത്ത് ദ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റീഡിങ്ങിൽ നോക്കേണ്ടത്. അപ്പോൾ ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ പകുതി ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കോൺസെപ്റ്റ് ഇല്ല, നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഒരു ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടാതെ ഇരിക്കുക. സോ ട്രൈ ടു റൈറ്റ് സംതിങ്. ഓക്കെ, ഇപ്പം ഉറപ്പില്ലെങ്കിലും അതൊന്ന് എഴുതി വിടാൻ വേണ്ടി നോക്കുക. ചിലപ്പോൾ ശരിയായാലോ. ഓക്കെ, സോ ഇത് കുറച്ചൊക്കെ ലക്കും ഉണ്ട് കേട്ടോ, പ്രാക്ടീസും ഉണ്ട് ലക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീഡിംഗ് മോഡ്യൂളിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ കമ്മിങ് ഡേയ്സിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ IELTS preparation. So don't forget to subscribe our channel and click on the bell icon nearby to get notification. So stay tuned for more update and God bless you all.